ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ ചുമ്മാ ഒത്തിരി നാളായില്ല വീഡിയോ ഇട്ടിട്ടൊന്ന് ഓർത്ത് വെച്ച് വെറുതെ ഒരു മോക്ക് ടെസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇനിയും മോക്ക് ടെസ്റ്റ് വേണം എന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രം അപ്പോൾ ഇനി തുടർന്നും മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എങ്ങനെയുണ്ട് മോക്ക് ടെസ്റ്റ് എന്നുള്ള കാര്യങ്ങളും ഇനി പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ അനുസരിച്ചാണ് ഇനി ബാക്കിയുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം അതേപോലെ എല്ലാവരും അതിനുള്ള സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊഡ്യൂൾ 2 നിന്നുള്ള ക്വസ്റ്റ്യനുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മൊഡ്യൂൾ വൈസ് പോയിട്ട് അതിനുശേഷം എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യാം. അതല്ലേ നല്ലത്. ഓരോ ഭാഗങ്ങൾ അങ്ങ് തീർത്ത് പോകും. ഒരു ഭാഗത്തു നിന്ന് 30 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേന് ആ ഡീപ്പായിട്ട് ആ ഒരു സെക്ഷൻ ആ ഒരു മൊഡ്യൂളിലെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മൊഡ്യൂൾ വൈസിൽ ഇപ്പം ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് കോമൺ ആയിട്ട് 30 മാർക്കിൻ്റെ ഒരു മോഡൽ എക്സാം പോലെ ചെയ്യാം. അതേപോലെ തന്നെ പ്രീവിയസ് ഇനി മുൻപ് ചോദിച്ചിരിക്കുന്ന പോലീസ്, ഫയർമാൻ, വേരീസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തി അതുമായിട്ട് റിലേറ്റിംഗ് ഫാക്റ്റുകളും ഒക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. അത് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് നാളെ പരീക്ഷയ്ക്ക് ഉള്ളൂ. അപ്പം മാക്സിമം വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. അപ്പോൾ ഇനി താഴെ പറയുന്നതിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തതേത്? താഴെ പറയുന്നതിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലാത്തത് ഏത്? മാക്സി ക്യാബ്, മോട്ടോർ ക്യാബ്, സ്റ്റേജ് ഗ്യാരേജ്, ഗുഡ്സ് ഗ്യാരേജ്. പബ്ലിക് സർവീസ് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് പബ്ലിക് സർവീസ് വാഹനം. അതല്ലാത്തത് മാക്സി ക്യാബ് ആളുകളെ കൊണ്ടുപോകുന്ന വാഹനം, മോട്ടോർ ക്യാബ് ആളുകളെ കൊണ്ടുപോകുന്ന വാഹനമാണ്, സ്റ്റേജ് ക്യാരിയേജ് ആളുകളെ കൊണ്ടുപോകുന്ന വാഹനമാണ്, ഗുഡ് ക്യാരിയേജ് ആളുകളെ കൊണ്ടുപോകുന്ന വാഹനമാണോ? അല്ല, ഗുഡ്സ് കൊണ്ടുപോകുന്ന വാഹനമാണ്. അപ്പം ഗുഡ്സ് ക്യാരിയേജ് ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി അടുത്തത്, മോട്ടോർ ക്യാബിൽ ഡ്രൈവറെ കൂടാതെ പരമാവധി എത്ര യാത്രക്കാരെ കൊണ്ടുപോകാം? മോട്ടോർ ക്യാബിൽ ഡ്രൈവറെ കൂടാതെ പരമാവധി എത്ര യാത്രക്കാരെ കൊണ്ടുപോകാം? 6, 12, 5, 20. മോട്ടോർ ക്യാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സി, കാറൊക്കെ വരുന്ന ഒരു വിഭാഗമാണ് മോട്ടോർ ക്യാബ്. അപ്പോൾ അതിൽ എത്ര പേരെ കൊണ്ടുപോകാം? ഡ്രൈവറെ കൂടാതെ പരമാവധി 6 പേരെ കൊണ്ടുപോകാം. ഡ്രൈവറെ കൂടാതെ പരമാവധി എത്ര പേരെ കൊണ്ടുപോകാം? 6 പേരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മോട്ടോർ വാഹനം ട്രാൻസ്പോർട്ട് വാഹനമായി ഉപയോഗിക്കുന്നതിന് ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകുന്ന അംഗീകാരം ഏത്? ഒരു മോട്ടോർ വാഹനം ട്രാൻസ്പോർട്ട് വാഹനമായി ഉപയോഗിക്കുന്നതിന് ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകുന്ന അംഗീകാരം ഏത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, PUC സർട്ടിഫിക്കറ്റ്. എന്താണ് PUC? പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. PUC സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, ഫിറ്റ്നസ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, PUC സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, ഫിറ്റ്നസ്. ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനമായി അംഗീകരിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ്? അത് പെർമിറ്റാണ്. പെർമിറ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാടകയോ പ്രതിഫലമോ വാങ്ങി സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് നൽകുന്ന പെർമിറ്റ്. വാടകയോ പ്രതിഫലമോ വാങ്ങി സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് നൽകുന്ന പെർമിറ്റ് ഏതാണ്? സ്റ്റേജ് ക്യാരിയേജ് പെർമിറ്റ്, ഗുഡ്സ് ക്യാരിയേജ് പെർമിറ്റ്, ഹസാഡസ് പെർമിറ്റ്, കോൺട്രാക്റ്റ് ക്യാരിയേജ് പെർമിറ്റ്. ഇതിലേതാണ്? വാടകയോ പ്രതിഫലമോ വാങ്ങി സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന്. സാധനങ്ങൾ, അതാണ് അവിടുത്തെ പോയിന്റ്. സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഗുഡ്സ് ക്യാരിയേജ് പെർമിറ്റാണ്. അതിനുവേണ്ടി നൽകുന്ന പെർമിറ്റ് ഗുഡ്സ് ക്യാരിയേജ് പെർമിറ്റാണ്. അടുത്തത്, പെർമിറ്റിൻ്റെ കാലാവധി എത്ര വർഷമാണ്? അല്ലെങ്കിൽ എത്ര നാളാണ് പെർമിറ്റിൻ്റെ കാലാവധി? 1 വർഷം, 3 വർഷം, 5 വർഷം, 15 വർഷം. പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ ഇനി മറക്കരുത്, എത്ര വർഷമാണ്? 5 വർഷമാണ് ഒരു പെർമിറ്റിൻ്റെ കാലാവധി വരുന്നത്. ഇനി അടുത്തത്, പെർമിറ്റ് കാലാവധി
തീരുന്നതിന് എത്ര ദിവസം മുമ്പ് പുതുക്കലിനായിട്ട് അപേക്ഷിക്കാം? പെർമിറ്റ് കാലാവധി തീരുന്ന ആ ഡേറ്റിന് എത്ര ദിവസം മുമ്പ് തൊട്ട് പുതിയ പെർമിറ്റിന് പുതുക്കലിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാമെന്നാണ് ചോദ്യം. എത്ര ദിവസമാണ്? 15 ദിവസം, 1 മാസം, 2 മാസം, 1 വർഷം മുമ്പ്. ഏതാണ് ശരി ഉത്തരം? 15 ദിവസമാണ്. പെർമിറ്റ് കാലാവധി തീർന്നാൽ അതിന് മുമ്പുള്ള 15 ദിവസത്തിന് മുമ്പായിട്ട് പുതുക്കലിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, ടെമ്പററി പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണ്? ടെമ്പററി പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണ്? 1 മാസം, 4 മാസം, 6 മാസം, 1 വർഷം. 1 മാസം, 4 മാസം, 6 മാസം, 1 വർഷം. ടെമ്പററി പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 4 മാസമാണ്. ചില സന്ദർഭങ്ങളിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാറുമുണ്ട്. പക്ഷേ സാധാരണ ടെമ്പററി പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എഴുതിക്കോണം, 4 മാസമാണ് ടെമ്പററി പെർമിറ്റിൻ്റെ കാലാവധി. ഇനി അടുത്തത് എന്താണ്? ടെമ്പററി പെർമിറ്റ് അനുവദിക്കുന്ന സാഹചര്യങ്ങൾ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ടെമ്പററി പെർമിറ്റുകൾ അനുവദിക്കുന്നത്? മേളകൾ, മതപരമായ കൂടിച്ചേരലുകൾ, പെർമിറ്റ് പുതുക്കുന്ന അപേക്ഷയിൽ തീർപ്പാക്കാത്തപ്പോൾ. മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം ടെമ്പററി പെർമിറ്റ് അനുവദിക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? മേളകൾ, മതപരമായ കൂടിച്ചേരലുകൾ, പെർമിറ്റ് പുതുക്കുന്ന അപേക്ഷയിൽ തീർപ്പാക്കാത്തപ്പോൾ. മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ എല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ എല്ലാമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി പബ്ലിക് സർവീസ് വാഹനങ്ങൾക്ക് പബ്ലിക് സർവീസ് വാഹനങ്ങൾക്ക് അന്യസംസ്ഥാന യാത്രകൾ നടത്തുവാൻ അനുവദിക്കുന്ന പെർമിറ്റുകൾ. പബ്ലിക് സർവീസ് വാഹനങ്ങൾക്ക് അന്യസംസ്ഥാന യാത്രകൾ നടത്തുവാൻ അനുവദിക്കുന്ന പെർമിറ്റ് ഏതാണ്? നാഷണൽ പെർമിറ്റ്, ടെമ്പററി പെർമിറ്റ്, സ്പെഷ്യൽ പെർമിറ്റ് ഇവയൊന്നുമല്ല. നാഷണൽ പെർമിറ്റാണോ, ടെമ്പററി പെർമിറ്റാണോ, സ്പെഷ്യൽ പെർമിറ്റാണോ ഇവയൊന്നുമല്ല. ഏത് വാഹനങ്ങൾക്കാണ്? പബ്ലിക് സർവീസ് വാഹനങ്ങൾക്കാണ്. അപ്പോൾ ഏത് പെർമിറ്റാണ്? അത് സ്പെഷ്യൽ പെർമിറ്റാണ്. സ്പെഷ്യൽ പെർമിറ്റ് പബ്ലിക് സർവീസ് വാഹനങ്ങളാണ്. കൃത്യമായിട്ട് ചോദ്യം വായിക്കുക, അല്ലെ തെറ്റിക്കും. ഇനി അടുത്തത്, നാഷണൽ പെർമിറ്റ് കുറഞ്ഞത് അടുത്തുള്ള എത്ര സംസ്ഥാനങ്ങളിലാണ് അനുവദിക്കുന്നത്? നാഷണൽ പെർമിറ്റ് കുറഞ്ഞത് അടുത്തുള്ള എത്ര സംസ്ഥാനങ്ങളിലേക്കാണ് അനുവദിക്കുന്നത്? സ്വന്തം സംസ്ഥാനം ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത്. സ്വന്തം സംസ്ഥാനം ഉൾപ്പെടെ നാഷണൽ പെർമിറ്റ് കുറഞ്ഞത് അടുത്തുള്ള എത്ര സംസ്ഥാനത്തേക്കാണ് അനുവദിക്കുന്നത്? എത്ര സംസ്ഥാനത്തേക്കാണ്? 4 സംസ്ഥാനത്തേക്കാണ് അനുവദിക്കുന്നത്. 4 സംസ്ഥാനത്തേക്കാണ് നാഷണൽ പെർമിറ്റ് അനുവദിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്വകാര്യ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് കാലാവധി എത്രയാണ്? പ്രൈവറ്റ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് കാലാവധി 5 വർഷം, 10 വർഷം, 1 വർഷം, 15 വർഷം. 5 വർഷം, 10 വർഷം, 1 വർഷം, 15 വർഷം. എത്ര വർഷമാണ് സ്വകാര്യ വാഹനങ്ങളുടെ ഫിറ്റ്നസ് കാലാവധി? അത് 15 വർഷമാണ്. ഫിറ്റ്നസ് കാലാവധി 15 വർഷമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇ റിക്ഷ, ഇ കാർട്ട് എന്നിവയുടെ ഫിറ്റ്നസ് കാലാവധി. ഇ റിക്ഷ, ഇ കാർട്ട് എന്നിവയുടെ ഫിറ്റ്നസ് കാലാവധി എത്രയാണ്? 1 വർഷം, 3 വർഷം, 5 വർഷം, 2 വർഷം. ഏതാണ് ഉത്തരം? 3 വർഷമാണ് ഇ റിക്ഷ, ഇ കാർട്ട് എന്നിവയുടെ ഫിറ്റ്നസ് കാലാവധി. ഇനി അടുത്തത്, സ്റ്റോപ്പ് അടയാളത്തെ അഭിമുഖീകരിക്കുന്ന ഡ്രൈവർ താഴെ പറയുന്നതിൽ ഏതാണ് സ്വീകരിക്കേണ്ടത്? സ്റ്റോപ്പ് അടയാളത്തെ അറിയാലോ. അപ്പോൾ ഇതിനകത്ത് വരച്ച് കാണിക്കാൻ പറ്റത്തില്ല, ക്യൂസാണ്, അതുകൊണ്ട് വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഒരു കാണിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെ? അടയാളം ഒന്ന് വരച്ച് കാണിക്കാമായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് അടയാളം എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. സ്റ്റോപ്പ് അടയാളത്തെ അഭിമുഖീകരിക്കുന്ന ഡ്രൈവർ താഴെ പറയുന്നത് ഏതാണ് ചെയ്യേണ്ടത്? വാഹനം നിർത്തുക, സുരക്ഷിതമാണെങ്കിൽ കടന്നു പോകുക. വാഹനം വേഗത കുറയ്ക്കുക, സുരക്ഷിതമാണെങ്കിൽ കടന്നു പോകുക. ആവശ്യമെങ്കിൽ നിർത്തുക, അല്ലെങ്കിൽ വേഗത കുറയ്ക്കുക. എല്ലാം ശരിയാണ്. ഏതാണ്? സ്റ്റോപ്പ് അടയാളം കാണിക്കുന്നിടത്ത് എന്താണ് ചെയ്യേണ്ടത്? അതെ, വാഹനം നിർത്തുക, സുരക്ഷിതമാണെങ്കിൽ കടന്നു പോകുക. അതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റോപ്പ് അടയാളത്തെ അഭിമുഖീകരിക്കുന്ന ഡ്രൈവർ എന്ത് ചെയ്യണം? വാഹനം നിർത്തുക, സുരക്ഷിതമാണെങ്കിൽ കടന്നു പോകുക. ഇനി യു ടേൺ എടുക്കാൻ പാടില്ലാത്തത് എപ്പോഴാണ്? യു ടേൺ എടുക്കാൻ പാടില്ലാത്തതാണ് യു ടേൺ എടുക്കാൻ പാടില്ലാത്തത് എപ്പോൾ? തുടർച്ചയായി ഗതാഗതം ഉള്ള തിരക്കേറിയ റോഡുകളിൽ,
തുടർച്ചയായ ഒറ്റ അല്ലെങ്കിൽ ഇരട്ട സോളിഡ് ലൈൻ ഉള്ളിടത്ത്, വാഹനത്തിന് ചുറ്റും ഏതെങ്കിലും ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ, മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ എല്ലാം. യു ടേൺ എടുക്കാൻ പറ്റാത്തത് ഏത് സാഹചര്യത്തിലാണ്? ഓപ്ഷൻസ് എല്ലാം ഒന്ന് വായിച്ച് നോക്കുക. തുടർച്ചയായി ഗതാഗതം ഉള്ള തിരക്കേറിയ റോഡുകളിൽ, തുടർച്ചയായി ഒറ്റ അല്ലെങ്കിൽ ഇരട്ട സോളിഡ് ലൈന് ഉള്ളിടത്ത്, വാഹനത്തിന് ചുറ്റും ഏതെങ്കിലും ബ്ലൈൻഡ് സ്പോട്ട് ഉള്ളപ്പോൾ. ഏതാണ്? മുകളിൽ പറഞ്ഞ എല്ലാ സാഹചര്യത്തിലും എന്താണ്? യു ടേൺ എടുക്കാനായിട്ട് പാടില്ല. ഇനി അടുത്തത്, റൗണ്ട് അബൌട്ടിൽ റൈറ്റ് ഓഫ് വേ ഉള്ള വാഹനം ഏത്? റൈറ്റ് ഓഫ് വേ അതായത് പോകാനായിട്ട് ആദ്യം പോകാൻ അവകാശമുള്ള വാഹനം. റൗണ്ട് അബൌട്ടിൽ റൈറ്റ് ഓഫ് വേ ഉള്ള വാഹനം ഏത്? വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, റൗണ്ട് അബൌട്ടിൽ മുൻപ് ഉണ്ടായിരിക്കുന്ന വാഹനങ്ങൾ എല്ലാം ശരിയാണ്. ഏത് വാഹനങ്ങൾക്കാണ് റൈറ്റ് ഓഫ് വേ? വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണോ, ഇടതുവശത്ത് വരുന്ന വാഹനങ്ങൾക്കാണോ, റൗണ്ട് അബൌട്ടിൽ മുൻപ് ഉണ്ടായിരുന്ന വാഹനങ്ങൾക്കാണോ റൗണ്ട് അബൌട്ടിൽ റൈറ്റ് ഓഫ് വേ ഉള്ളത്? അത് റൗണ്ട് അബൌട്ടിൽ മുമ്പ് ഉള്ള അത്, അല്ലെങ്കിൽ നമ്മളെക്കാളും മുമ്പ് റൗണ്ട് അബൌട്ടിൽ പ്രവേശിച്ച വാഹനങ്ങൾക്കാണ് റൗണ്ട് അബൌട്ടിൽ മുൻഗണന ഉള്ളത്. റോഡ് റെഗുലേഷൻ 2017 പ്രകാരം എത്ര തരത്തിലുള്ള ഹാൻഡ് സിഗ്നലുകളാണ് ഉള്ളത്? ഹാൻഡ് സിഗ്നലുകൾ നമ്മൾ വണ്ടിയിലിരുന്ന് കാണിക്കുമല്ലോ, സ്റ്റോപ്പ് സിഗ്നൽ, വലത്തോട്ട് തിരിയാൻ ഇടത്തോട്ട് തിരിയാനൊക്കെ സിഗ്നൽ കാണിക്കുമല്ലോ. അങ്ങനെ റെഗുലേഷൻ 2017 പ്രകാരം എത്ര ഹാൻഡ് സിഗ്നലുകൾ ഉണ്ട്? 2, 4, 5, 10. എത്ര ഹാൻഡ് സിഗ്നലുണ്ട് നിലവിലിപ്പം? റെഗുലേഷൻ അനുസരിച്ച് 4 ഹാൻഡ് സിഗ്നലാണ്. നേരത്തെ 5 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ഒഴിവാക്കി 4 ഹാൻഡ് സിഗ്നലുകളാണ് ഉള്ളത്. ഇനി അടുത്തത്, ഒരു ഡ്രൈവർ മണിക്കൂറിൽ ഡാഷ് കിലോമീറ്റർ അല്ലെങ്കിൽ റോഡ് സൈനേജിൽ വ്യക്തമാക്കിയിട്ടുള്ള വേഗതയിൽ കൂടിയ വേഗതയിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലൂടെയോ സ്കൂളിലൂടെയോ ആശുപത്രിയിലൂടെയോ പോകാൻ പാടില്ല. അതായത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ ആശുപത്രി, സ്കൂള് പോലെയുള്ള സ്ഥലത്തൂടെ എത്ര കിലോമീറ്ററിൽ അല്ലെങ്കിൽ എത്ര കിലോമീറ്ററിൽ കൂടാത്ത സ്പീഡിലാണ് പോകേണ്ടത് എന്നാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കാം. ഒരു ഡ്രൈവറും മണിക്കൂറിൽ ഡാഷ് കിലോമീറ്റർ അല്ലെങ്കിൽ റോഡ് സൈനേജിൽ വ്യക്തമാക്കിയിരിക്കുന്ന വേഗതയിൽ കൂടിയ വേഗതയിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലൂടെയോ സ്കൂളിലൂടെയോ ആശുപത്രിയിലൂടെയോ കടന്നു പോകാൻ പാടില്ല. ഡാഷിൻ്റെ അവിടെ എന്താണ് വരേണ്ടത്? 10 km/h ആണോ, 15 ആണോ, 25 ആണോ, 30 ആണോ? 10, 15, 25, 30 ഏതാണ്? 25 ഉത്തരം വരുന്നത്. 25 കിലോമീറ്ററിൻ്റെ വേഗതയിൽ കൂടുതൽ പോകാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ സൈനേജിൽ കാണിച്ചിരിക്കുന്ന എത്രയാണോ ആ വേഗതയിലാണ് പോകേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മുമ്പിലൂടെ പോകുന്ന വാഹനത്തിൽ നിന്നും ഡ്രൈവർ എത്ര അകലം പാലിക്കണം? ഒരു വാഹനം മുമ്പിലൂടെ പോകുന്നുണ്ടെങ്കിൽ പുറകിൽ വരുന്ന വാഹനം എത്ര അകലം പാലിക്കണം? 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ സുരക്ഷിതമായ അകലം. ഏതാണ് ഉത്തരം? സുരക്ഷിതമായ അകലമാണ്. കാരണം നമ്മുടെ പുറകെ വരുന്ന വാഹനങ്ങൾ, കാലാവസ്ഥ, അതേപോലെ തന്നെ വാഹനങ്ങൾ തമ്മിലുള്ള വേഗത, റോഡിലെ തിരക്ക്, അതെല്ലാം പരിഗണിച്ചാണ് വാഹനത്തിൻ്റെ ദൂരം ക്രമീകരിക്കേണ്ടത്. അതായത് ഒരു സുരക്ഷിതമായ അകലം ക്രമീകരിക്കണം. അടുത്തത്, ഒരു അടിയന്തര ഘട്ടത്തിൽ തുരങ്കത്തിനുള്ളിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ അതിൻ്റെ മുമ്പിലും പിറകിലും എത്ര മീറ്റർ അകലെയാണ് പ്രതിഫലിക്കുന്ന ത്രികോണം വെക്കേണ്ടത്? നമ്മുടെ റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ട് അടിയന്തര ഘട്ടത്തിൽ നമ്മൾ തുരങ്കത്തിൽ വാഹനം നിർത്തരുതെന്ന്. പക്ഷേ അടിയന്തര ഘട്ടത്തിൽ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലും പുറകിലും പ്രതിഫലിക്കുന്ന ത്രികോണം അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ വെക്കണം. അത് എത്ര അകലത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 10 മീറ്റർ ഉണ്ട്, 20 മീറ്റർ ഉണ്ട്, 10 മീറ്റർ ഉണ്ട്, 20 മീറ്റർ ഉണ്ട്, 30 മീറ്റർ ഉണ്ട്, 50 മീറ്റർ ഉണ്ട്. എത്രയാണ് അകലം? അത് 20 മീറ്ററാണ് അകലം. 20 മീറ്റർ അകലെയാണ് ആ ത്രികോണം വെക്കേണ്ടത്. അടുത്ത ചോദ്യം എന്താണ്? പർവ്വത റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും റൈറ്റ് ഓഫ് വേ ഉള്ള വാഹനം. പർവ്വത റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും, അതായത് കയറ്റത്തിൽ റൈറ്റ് ഓഫ് വേ ഉള്ള വാഹനം ഏതാണ്? കയറ്റം കയറി വരുന്ന വാഹനം, ഇറക്കം ഇറങ്ങി വരുന്ന വാഹനം, വലിയ വാഹനം, ലോഡ് വാഹനം. കയറ്റം കയറി വരുന്ന വാഹനം, ഇറക്കം ഇറങ്ങി വരുന്ന വാഹനം, വലിയ വാഹനം, ലോഡ് വാഹനം. ഏതാണ് ഉത്തരം വരുന്നത്?
കയറി വരുന്ന വാഹനത്തിനാണ് മുൻഗണന. ഇനി അടുത്തത്, ഒരു പെഡസ്ട്രിയൽ ക്രോസിങ്ങിൻ്റെ എത്ര മീറ്ററിനുള്ളിലാണ് വാഹനം നിർത്താൻ പാടില്ലാത്തത്? ഒരു പെഡസ്ട്രിയൽ ക്രോസിങ് അല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്ന സീബ്ര ക്രോസ് എന്ന് പറയുന്ന ക്രോസിങ്, ആ ക്രോസിൻ്റെ എത്ര മീറ്ററിൻ്റെ ഉള്ളിലാണ് വാഹനം നിർത്താൻ പാടില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മീറ്ററാണ്? 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ, 20 മീറ്റർ. 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ, 20. 5 മീറ്ററാണ് ഉത്തരം വരുന്നത്. ഇനി അടുത്തത്, ഒരു ഒരു കവലയുടെയോ ജംഗ്ഷൻ്റെയോ അരികിൽ നിന്നും എത്ര മീറ്റർ ദൂരത്താണ് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്തത്? ഒരു കവലയുടെയോ ജംഗ്ഷൻ്റെയോ അരികിൽ നിന്നും എത്ര മീറ്റർ ദൂരത്താണ് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 മീറ്റർ, 30 മീറ്റർ, 50 മീറ്റർ, 100 മീറ്റർ. ഏതാണ് ഉത്തരം? ഉത്തരം 50 മീറ്ററാണ്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യവും കൂടെയാണ്. ഏറ്റവും കൂടുതൽ മുൻഗണനയുള്ള എമർജൻസി വാഹനം ഏതാണ്? പലതവണ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും മുൻഗണന നൽകുന്ന വാഹനം ഏതാണ്? പോലീസ് വാഹനം, ആംബുലൻസ്, ഫയർഫോഴ്സ്, മന്ത്രിയുടെ വാഹനം. ഏറ്റവും മുൻഗണന ഏതിനാണ്? അത് ഫയർഫോഴ്സിനാണ്. എന്തുകൊണ്ട്? ആംബുലൻസിനേക്കാളും മുൻഗണന ഫയർഫോഴ്സിന്. എന്തുകൊണ്ട്? ആംബുലൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു പ്രവണത തോന്നും. പക്ഷേ എന്തുകൊണ്ടാണ് ഫയർഫോഴ്സിന് മുൻഗണന വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഫയർഫോഴ്സിൽ നിന്ന് ഒരു വണ്ടി അവരെ ഒരു ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടായിരിക്കും. ആ അപകടത്തിൽ ഒന്നിലധികം പേര് ഉൾപ്പെട്ടിരുന്ന വലിയ അപകടങ്ങളെ രക്ഷിക്കാനായിട്ടായിരിക്കും ഈ ഫയർഫോഴ്സ്, ഒരു സമൂഹത്തെ രക്ഷിക്കാനായിരിക്കും ഫയർഫോഴ്സ് പോകുന്നത്. പക്ഷേ ഒരു ആംബുലൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം 1-2 ആളുകളെ മാത്രം രക്ഷിക്കാനായിട്ട് പോകുന്ന ഒരു കൺസെപ്റ്റാണ് ആംബുലൻസിന് വരുന്നത്. അതിൽ കൂടുതൽ ആളെ ഒരു ആംബുലൻസിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ലല്ലോ. പക്ഷേ ഫയർഫോഴ്സ് ഒരു തീ അപകടത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വെള്ളത്തിൽ പോയവരെയൊക്കെ അങ്ങനെ കൂടുതൽ ആളുകളെ രക്ഷിക്കാനായിട്ടുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഫയർ വാഹനത്തിനാണ് ആംബുലൻസിനേക്കാൾ മുൻഗണന. ഫയർഫോഴ്സിന് ശേഷം ആംബുലൻസിനാണ് മുൻഗണന. ഇനി അടുത്തത്, ഹൈവേകളിലോ പ്രധാന റോഡുകളിലോ വെച്ച് തകരുകയോ കേടാവുകയോ ചെയ്യുന്ന വാഹനത്തിൻ്റെ പിന്നിൽ എത്ര മീറ്റർ അകലെയാണ് പ്രതിഫലിക്കുന്ന ട്രാഫിക് മുന്നറിയിപ്പ് വെക്കേണ്ടത്? ഹൈവേയിലോ പ്രധാന റോഡുകളിലോ വെച്ച് തകരാറിലാകുന്ന വാഹനത്തിൻ്റെ പിന്നിൽ എത്ര മീറ്റർ അകലെയാണ് പ്രതിഫലിക്കുന്ന ട്രാഫിക് മുന്നറിയിപ്പ് അല്ലെങ്കിൽ ത്രികോണം അറിയിപ്പ് വെക്കേണ്ടത്? 10, 50, 30, 20 മീറ്റർ. 10 മീറ്ററാണോ, 50 മീറ്ററാണോ, 30 മീറ്ററാണോ, 20 മീറ്ററാണോ? ഏതാണ് ഉത്തരം? 50 മീറ്ററാണ് ഉത്തരം വരുന്നത്. ഇനി അടുത്തത്, കെട്ടിവലിക്കുമ്പോൾ ഉള്ള പരമാവധി വേഗത. 2 വാഹനങ്ങൾ കെട്ടിവലിക്കുക, കംപ്ലൈൻ്റ് ആയ ഒരു വാഹനത്തിനെ കെട്ടിവലിച്ചുകൊണ്ട് പോവുക. അപ്പോഴുള്ള വാഹനത്തിൻ്റെ സ്പീഡ് എത്രയാണ്? 15 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 25 കിലോമീറ്റർ, 30 കിലോമീറ്റർ. 15 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 25 കിലോമീറ്റർ, 30 കിലോമീറ്റർ. ഏതാണ് ഉത്തരം? 20 കിലോമീറ്ററാണ് ഉത്തരം വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ട്രാക്ടറിൽ ഡ്രൈവറിൽ കൂടാതെ എത്ര പേരെ കയറ്റാം? പലതവണ ചോദിച്ച ചോദ്യം കേട്ടോ. ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ എത്ര പേരെ കയറ്റാം? ഒരാളെ, 2 പേരെ, 4 പേരെ, ഇവയൊന്നുമല്ല. ഏതാണ് ഉത്തരം? ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ എത്ര പേരെ കയറ്റാം? ഇവയൊന്നുമല്ല. ട്രാക്ടറിൽ ഡ്രൈവറല്ലാതെ വേറെ ആരെയും കയറ്റാനായിട്ട് പാടില്ല. ഡ്രൈവർ മാത്രം ഇരുന്ന് ഓടിക്കേണ്ട വണ്ടിയാണ് ട്രാക്ടർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇവയൊന്നുമല്ല എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ചുവടെ നൽകിയിരിക്കുന്നതിൽ നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ ഡ്രൈവർ കയ്യിൽ കരുതേണ്ട രേഖ ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നതിൽ നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ ഡ്രൈവർ കയ്യിൽ കരുതേണ്ട രേഖ ഏതാണ്? ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, PUCC ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇവിടെ ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ചുവടെ നൽകിയിരിക്കുന്നതിൽ നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ ഡ്രൈവർ കയ്യിൽ കരുതേണ്ട രേഖ ഏതാണെന്നല്ല, കയ്യിൽ കരുതേണ്ടാത്ത രേഖ ഏതാണ്? അതായത് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ
ഡ്രൈവറുടെ കയ്യിൽ വേണ്ടാത്ത രേഖ ഏതാണെന്നാണ് ചോദ്യം. അങ്ങനെ എഴുതുക, അത് തെറ്റിപ്പോയതാണ് കേട്ടോ. ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, PUCC ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഏതാണ് ഉത്തരം? നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൽ വേണ്ടാത്തത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ്. ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഭാരപരിധി, നീളപരിധി, വീതി പരിധി ഇവയൊന്നുമല്ല. ചിഹ്നം നോക്കി, എന്താണ്? 5 ടണ്ണ്. നീളത്തെ സൂചിപ്പിക്കാനായിട്ട് ടണ്ണ് ഉപയോഗിക്കുക, വീതിയെ സൂചിപ്പിക്കാനായിട്ട് ടണ്ണ് ഉപയോഗിക്കുക. ടണ്ണ് എന്തിനാ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്? ഭാരത്തെ സൂചിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഭാരപരിധിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഈ കാണുന്ന സിഗ്നൽ എന്താണ്? ഈ സൂചിപ്പിക്കുന്ന സിഗ്നൽ എന്താണ്? നിർത്തരുത്, നോ പാർക്കിംഗ്, വേഗത കുറയ്ക്കുക, നിയന്ത്രണ മേഖല കഴിഞ്ഞു. ഏതാണ്? നിർത്തരുത്, നോ പാർക്കിംഗ്, വേഗത കുറയ്ക്കുക, നിയന്ത്രണ മേഖല കഴിഞ്ഞു. കളറ് നോക്കുക, ചുമല കളറാണോ? അല്ല, കറുപ്പും വെള്ളയാണ്. കറുപ്പും വെള്ള എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഒരു ചിഹ്നം നിയന്ത്രണ മേഖല കഴിഞ്ഞു. അതായത് ഇതിന് മുമ്പ് ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അതിലെന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി 40 കിലോമീറ്റർ എന്നുള്ള സ്പീഡ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഹോൺ അടിക്കരുതെന്നായിരിക്കാം, സ്കൂൾ സോൺ എന്നായിരിക്കാം. ഇതിന് മുമ്പുള്ള ബോർഡ് അതിൻ്റെ നിയന്ത്രണ മേഖല എത്രയാണോ അത് കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഈ നിറത്തിലുള്ള ഈ ബോർഡ് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തത് അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? മുന്നിൽ തടസ്സം, വഴി തീരുന്നു, കാവലുള്ള റെയിൽവേ ക്രോസ്, കാവലില്ല റെയിൽവേ ക്രോസ്. പടത്തിൽ എന്താണ് കാണുന്നത്? ഒരു ബാരിക്കേഡല്ല കാണുന്നത്. അപ്പം കാവലുള്ള റെയിൽവേ ക്രോസ്, കാവലുള്ള റെയിൽവേ ക്രോസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു ക്വിസിൽ എല്ലാവരും സംശയം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോകാം.